പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ചെന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തന്നെ സഹായിക്കണം എന്നുള്ള തീരുമാനം അറിയിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് മാനസ. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഇതേ തുടർന്ന് മാനസ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ കൺമണിയാകട്ടെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നതിനായി തയ്യാറാവുകയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്ന കൺമണി മാനസിക്ക് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇതോടെ തൽക്കാലത്തേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് മാനസിക്ക്. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ ഞാൻ കറക്റ്റായി ചെയ്തു കൊള്ളാം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് മാനസയുടെ ഭാഗത്ത് നിന്ന്. മാനസ കോൺഫിഡൻ്റായി തിരികെ വരികയും ദേവ്ജിയോടും സാഗറിനോടും കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സാഗർ ഈ കോൺഫിഡൻസ് ആണ് കമ്പനിക്ക് വേണ്ടത് എന്ന് അറിയിക്കുകയും ധൈര്യമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം മാനസയ്ക്ക് നൽകുകയും ചെയ്യുന്നു. മാനസ വിജയിച്ചു വരണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഡൽഹിയിലേക്ക് പോകുന്ന മാനസ കൺമണിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതോടെ ഡൽഹിയിലെ കമ്പനിയെ കൺവിൻസ് ചെയ്യുന്നതിനായി മാനസയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു. അവർ ഇതോടെ ഇനി കമ്പനിയുമായുള്ള ഡീൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഞങ്ങൾക്ക് നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ വളരെയധികം സന്തോഷത്തിൽ മാനസ തിരികെ എത്തുകയാണ്. മാത്രവുമല്ല, കൺമണിയെ ഇതേ തുടർന്ന് ചെന്നു കാണാൻ തീരുമാനം എടുക്കുന്ന മാനസ, കൺമണി കാരണമാണ് ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചത്. ഏറ്റവും മനോഹരമായി ഈ കാര്യം അവതരിപ്പിക്കാൻ പറ്റിയതും കൺമണി എനിക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് തന്നതുകൊണ്ട് മാത്രമാണ്. കൺമണി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നുമാവില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് പറയുന്ന കൺമണി, മാനസമേടത്തെ സഹായിക്കുന്നതിന് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ഇത് ഞാൻ അന്ന് തന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല മാഡം. എനിക്ക് തന്ന വാക്ക് പാലിക്കണം എന്നേയുള്ളൂ. മാനസ മേഡത്തിൻ്റെ പ്രണയം വിജയിക്കണം. കൃഷ്ണ സാറുമായുള്ള വിവാഹം നടക്കണം. ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മെച്ചപ്പെട്ടു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് മാഡം. കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം ഭേദപ്പെട്ടു. ഇനി നീ എന്തായാലും ഓഫീസിലേക്ക് തിരികെ വരണം. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് വേണം എനിക്ക് നിന്നോട് സംസാരിക്കാൻ. അതിലെന്താ മാഡം, ഞാൻ വരാമല്ലോ എന്ന് കൺമണി മറുപടി നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ആൻറ്റിയമ്മയെ കാണുന്നതിനായി പോകാനാണ് തൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മാനസ. ആൻറ്റിയമ്മയെ ചെന്ന് കാണുന്ന മാനസ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടന്നു എന്ന് അറിയിക്കുകയും ഇനി പേടിക്കാനില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനെല്ലാം നീ നന്ദി പറയേണ്ടത് ആ കൺമണിയോടാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ആൻറ്റിയമ്മ. കൺമണിയെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടാണ് ഇവിടേക്ക് തിരികെ വന്നത്. കൺമണി വളരെയധികം ഹാപ്പിയാണ്. ഞാനും ഇനി അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹം നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ, അത് ഉറപ്പല്ലേ? ഇനി ഞാൻ ഇതേപ്പറ്റി എന്തായാലും സംസാരിക്കാം.
സാഗർ എന്തായാലും ഇനി ഒഴിഞ്ഞു മാറുകയില്ല. കാരണം നീ അവിടെ പോയി പെർഫോം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്റ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം അവന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഒഴിവാക്കുന്നതിനായി തയ്യാറാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ദേവ്ജിയും ഇപ്പോൾ ആകെ നാണം കെട്ട് കാണും, അല്ലേ? ദേവ്ജിയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും യാതൊരു ഉറപ്പുമില്ല. ദേവ്ജിയുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നോട് ഇപ്പോൾ വളരെ സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത് എങ്കിലും ദേവ്ജിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ദേവ്ജി മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്നാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ് അയാളുടെ കാര്യത്തിൽ. ഒരിക്കലും അയാൾ ആ കമ്പനിയിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞതിനെ തുടർന്ന് ദേവ്ജിയെ ഒഴിവാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഇത്രയധികം സാഗറുമായി അടുത്ത് നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നീ ബുദ്ധിപൂർവം ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് വേണ്ടത്. ദേവ്ജി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൺമണിയെ കൂടെ നിർത്തുന്നത്. പക്ഷേ നീ എടുത്തുചാടി ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. അത് നിന്റെ ഭാവിയെ കൂടി അഫക്റ്റ് ചെയ്യും എന്ന് നീ ഓർക്കണം. എല്ലാം വളരെയധികം പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. നീ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നേരെ പോയി കൃഷ്ണനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാര്യം ഞാനും അവതരിപ്പിക്കാം. ഇതോടെ കൃഷിനെ കാണുന്നതിനായി എത്തുന്ന മാനസ നമ്മുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ എന്ന് ചോദിച്ചത് കൃഷിനെ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.